കാരണം ഈ ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടത്തിലും, നാളെ പരലോകത്തിന്റെ മുഴുവൻ കടമ്പകളിലും, നാളെ പാരത്രിക ലോകത്തെ മുഴുവൻ ഘട്ടങ്ങളിലും ഈ മുത്തൊളി തങ്ങളല്ലാതെ വേറെ ആരാണ് നമുക്ക് വരാനുള്ളത്? നാളെ നാമെല്ലാം മരിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ ആ ഖബറിന്റെ ഉള്ളിലേക്ക് വാപ്പ വരില്ല, ഉമ്മ വരില്ല, സഹോദരങ്ങള് വരില്ല, ഭാര്യ വരില്ല, ഭർത്താവ് വരില്ല, ആരും വരില്ല. അവിടെ വന്നിട്ട് അവിടെ വരുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. മദീനത്ത് കിടന്നുകൊണ്ട് ലോകത്തെ മുഴുവനും നോക്കുന്ന മുത്തുനബി തങ്ങള് നേരെ ഖബറിലേക്ക് അങ്ങ് കാണിക്കപ്പെടുമ്പോൾ ഒരു ചോദ്യമാണ്, ഇതാരാണെന്നറിയുമോ? 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 അപ്പോൾ നമുക്കൊരു പറച്ചിലിനെ രക്ഷയുള്ളൂ. ഹാദാ റസൂലുള്ളാഹ് വഹാദാ ഹബീബുള്ളാഹ്. അല്ലാഹ്, നിന്റെ പ്രിയപ്പെട്ട മുത്തുനബി തങ്ങളാണിത്, നിന്റെ ഹബീബായ മുത്തൊളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് സന്തോഷമുണ്ടായാൽ അല്ലാഹുവിൽ നിന്ന് അറിയിപ്പ് വരും, നം സ്വാലിഹൻ, ഉറങ്ങിക്കോളൂ, നിങ്ങൾ മുത്തുനബിന്റെ ആളായതുകൊണ്ട് ഉറങ്ങിക്കോളൂ എന്ന് ഖബറിൽ പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആളാണെങ്കിൽ ഉറങ്ങിക്കോളൂ. നിങ്ങൾ ഖബറിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നിദാനം, ഖുദാ കി റസാ ചാഹത്തെ ഹേ തോ ആലം ഖുദാ ചാഹതാ ഹേ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആളാണോ? എന്നാൽ നിങ്ങൾക്ക് ഉറങ്ങാം. എന്നാൽ മുത്തുനബി തങ്ങളുടെ മക്കളെ നൊമ്പരപ്പെടുത്തിയവർക്ക് മുത്തുനബി തങ്ങൾ അനുകൂലം നിൽക്കുമോ? കൂട്ടുകാരാ, അറിയണം, ഹബീബായ മുത്തുനബി തങ്ങളുടെ മക്കളെ വേദനിപ്പിച്ചിട്ട് ഖബറിലേക്ക് ചെല്ലുന്നവനോട് ഹബീബായ തങ്ങളുടെ ആളാണെന്ന് പറയാൻ പറ്റുമോ? ആഖിറത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്തയില്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്നതൊന്നും പ്രസക്തിയുള്ളതല്ല. അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, എല്ലാ പരമ്പരകളും മുറിയും, എന്റെ പരമ്പര ഒരേ, എല്ലാ കാരണങ്ങളും മുറിയും, എല്ലാ സബബി വനസബി, എന്റെ കാരണവും എന്റെ പരമ്പരയുമല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകും. ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ ആളാണെന്ന് പറയപ്പെട്ടാൽ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്, നം സ്വാലിഹൻ, നിങ്ങൾ മുത്തുനബി തങ്ങളുടെ ആളാണ് അല്ലേ, എന്നാൽ ഉറങ്ങിക്കോ. അല്ലാഹു അങ്ങനെ പറയപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാം ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. എന്നാണ് പറയാ, ഇന്ന് മരിച്ചാൽ ഇന്ന്, നാളെ മരിച്ചാൽ നാളെ. ഏതു നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ജീവിതഘട്ടമാണത്. അല്ലാഹു അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏതു നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഘട്ടം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായിട്ട് മാത്രമേ കാര്യമുള്ളൂ, വേറെ ആരുടെയും ആളായിട്ട് കാര്യമില്ല. ഞാൻ ഇടതുപക്ഷമാണ്, വലതുപക്ഷമാണ്, മധ്യപക്ഷമാണ്, കേന്ദ്രപക്ഷമാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ആളാണെങ്കിൽ നം സ്വാലിഹൻ, സ്വാലിഹായി ഉറങ്ങിക്കോ. അന്ന് മുത്തുനബി തങ്ങൾ സ്വന്തം മക്കളെ വേദനിപ്പിച്ച ആൾ. അതാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ മരിച്ചാല് ജനാസ നിസ്കരിക്കാൻ വേണ്ടി സാദാത്തുക്കളെ വിളിക്കുന്നു. എന്താ? മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടികൾക്ക് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്.
അവിടുത്തെ വല്യപ്പയാണ് ഖബറിൽ വരുന്നത്. അവിടുത്തെ വല്യപ്പയാണ് നാളെ മഹ്ശറിൽ വരാനുള്ളത്. അവിടുത്തെ വല്യപ്പയാണ് നാളെ സ്വർഗം തുറന്നു തരാനുള്ളത്. അവിടുത്തെ വല്യപ്പയാണ് തെറ്റുകൊണ്ട് കുടുങ്ങിയ നരകത്തിൽ കിടക്കുന്നവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം അറിയിക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അല്ലാഹുവിന്റെ ജലാലത്തും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിയത്തും ലോകത്തെ മുഴുവനും സമ്മേളനത്തിലൂടെ അറിയിക്കുന്ന ദിവസമാണ് യൗമുൽ മഹ്ശർ. അത് മറ്റൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം കഴിഞ്ഞകാല ഉമ്മത്തിലെ ജനങ്ങളെയും വരും കാല ജനതയെയും എല്ലാവരെയും ഒരുമിച്ച് ഹാജരാക്കിയിട്ട് മഖാമും മഹ്മൂദ് നൽകി അത്യുത്തമമായ പദവിയിൽ മുത്തുനബി തങ്ങളുടെ തൃക്കല്യാണം നടക്കുന്ന നാൾ. മഹ്ശറിന്റെ മറ്റൊരു പ്രയോഗം മുത്തുനബി തങ്ങളെ സ്ഥാനാരോഹണം നടത്തുന്ന നാളാണത്. യൗമുദ്ദീൻ, യൗമുൽ മഹ്ശർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനാരോഹണം നടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ആത്തി മുഹമ്മദൽ വസീലത വൽ ഫളീല. മുത്തുനബി തങ്ങൾ ആ സ്ഥാനാരോഹണം നടത്താനുള്ള സമയമാണ് മഹ്ശർ. അവ്വലീങ്ങളുടെയും ആഖിരീങ്ങളുടെയും നബിയായ മുത്തുനബി തങ്ങളെ നാളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സ്ഥാനാരോഹണം നടത്തും. ആ സ്ഥാനം നൽകുന്ന രാജാതിരാജനായ റബ്ബ് ചോദിക്കും, ഇന്നിവിടെ എന്റെ മാത്രം പരമാധികാരത്തിന്റെ നാൾ, എന്റെ മഹ്ബൂബായ മുത്തുനബി തങ്ങൾക്ക് മഖാമും മഹ്മൂദ് നൽകുന്ന നാൾ. അല്ലാഹു തആല അതൊക്കെ കാണാൻ, തൃക്കല്യാണത്തിൽ സംബന്ധിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതൊരു ലോകമാണ്. അവിടുത്തെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുകൂലമാവണം. ആ അനുകൂലമാവാത്തിടത്തോളം കാലം നമ്മൾ എന്തു ചെയ്തിട്ടും